റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. തീപിടുത്തമുണ്ടായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര പിഴവുണ്ടെന്ന് PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ മാത്രം 177 നിർമ്മാണ പിഴവുകൾ കണ്ടെത്തി. തീയും പുകയും പടരുന്നത് നിയന്ത്രിക്കാനായി സ്ഥാപിച്ച ഫയർ ഡാമ്പർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. മുറികളിൽ ആവശ്യത്തിന് വായു സഞ്ചാരമില്ല. താപനില സുരക്ഷിതമായി ക്രമീകരിക്കാനുള്ള കൂളിംഗ് സംവിധാനമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാനിയോ മനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാനിയോ മനോമി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ? കെട്ടിടം പൊളിച്ചു കളയാൻ പറ്റൂ? PWD ഇപ്പോഴാണോ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്? ഈ കെട്ടിടം നിർമ്മിക്കുന്ന ഘട്ടത്തിലൊന്നും ഇത്തരം പരിശോധനയൊന്നും നടത്തിയിരുന്നില്ലേ സാനിയോ? അരുൺ, അതായത് 2023-ലും 2024-ലും ഒക്കെ ഈ പരിശോധന നടത്തിയിരുന്നു. അന്നൊക്കെയും ഈ പിഴവുകൾ PWD ഇലക്ട്രിക്കൽ വിഭാഗം ചൂണ്ടിക്കാണിച്ചതാണ്. അത് പരിഹരിക്കണമെന്ന് പറഞ്ഞതുമാണ്. പക്ഷേ ഈ തീപിടുത്തം മെയ് 2-നും മെയ് 5-നും തീപിടുത്തം ഉണ്ടായതിനു ശേഷം മെയ് 18-ന് വീണ്ടും നടത്തിയ പരിശോധനയിലാണ് അന്ന് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള കാര്യം വീണ്ടും ഇലക്ട്രിക്കൽ വിഭാഗം റിപ്പോർട്ട് കൊടുക്കുന്നത്. ആകെ 177 പിഴവുകളാണ് ഇലക്ട്രിക്കൽ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ആ കെട്ടിടത്തിന് മുൻപിലാണ്. ഈ കെട്ടിടം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഈ മാസം അവസാനത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. എന്നാൽ തീപിടുത്തമുണ്ടായി 2 മാസം കഴിഞ്ഞിട്ടും ഇവിടെ പണികളൊന്നും നടക്കുന്നില്ല എന്നാണ് ചില ആരോഗ്യ പ്രവർത്തകരുടെയും അതുപോലെ നാട്ടുകാരുടെയും രോഗികളുടെയും ഒക്കെ ആരോപണം എന്ന് പറയുന്നത്. UPS-ഉം ബാറ്ററികളും സ്വിച്ചുകളും പാനലുകളും സ്ഥാപിച്ചതിലൊക്കെ പിഴവുണ്ട്. തീയും പുകയും പടരുന്നത് നിയന്ത്രിക്കാനായി സ്ഥാപിച്ച ഫയർ ഡാമ്പർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്ന് പറയുന്നു. UPS-ഉം ബാറ്ററിയും ഇടുങ്ങിയ മുറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിന് ഏതെങ്കിലും തരത്തിൽ ചൂടായാൽ അത് താപനില ക്രമീകരിക്കാനുള്ള കൂളിംഗ് സംവിധാനമില്ല. മുറികളിൽ ആവശ്യത്തിന് വായു സഞ്ചാരമില്ല. ഫാൻ കോയിൽ യൂണിറ്റിൻ്റെ UPS അതിൻ്റെ മുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോയിൽ യൂണിറ്റിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുമ്പോൾ ഈ UPS-ൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരത്തിൽ ഒരുപാട് 177ഓളം പിഴവുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്തിന് മേൽനോട്ട ചുമതല ഉണ്ടായിരുന്നു. എന്നാൽ 2023-ൽ കണ്ടെത്തിയ പിഴവ് പോലും പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് 2025-ൽ തീപിടുത്തം ഉണ്ടായതിനു ശേഷം മെയ് 18-ാം തീയതി നടത്തിയ റിപ്പോർട്ടിലാണ് ഈ ഒരു പരാമർശം ഇലക്ട്രിക്കൽ വകുപ്പ് കാണിക്കുന്നത്. ഓക്കെ സാനിയോ, താങ്ക് യു. വളരെ വേദനിപ്പിക്കുന്നതാണ്, അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടത്തിലാണ് 1-2 177 പിഴവുകളാണ് എണ്ണി ഇപ്പോൾ PWD കണ്ടെത്തിയിരിക്കുന്നത്. ഇനി എന്നാ ചെയ്യും? അതാണ് ചോദ്യം. കെട്ടിടം പൊളിച്ചു കളയാൻ പറ്റൂ? കേന്ദ്ര ഫണ്ടാ.